ഇവിടെ ഇപ്പോൾ സമയം 5:30 ട്ടാ. നല്ല കോട ഇവിടെ. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ, നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പനീർ പറാത്ത കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ദീദി കൊണ്ട് തന്നിട്ടാ. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടാണ് കേട്ടോ എനിക്ക് പറാത്ത ദീദി കൊണ്ട് തന്നത്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. തൈര് അല്ലെങ്കിൽ ഒരു കഷ്ണം അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു അച്ചാറായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറച്ച് ആഡംബരത്തിന് വേണ്ടിയിട്ട് കേട്ടോ, കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ബോയിൽ ചെയ്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കില്ലേ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ പാലൊക്കെ കഴിക്കാത്ത കുട്ടികൾ, അതുപോലെ തന്നെ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ആ പേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമ്പോൾ അത് അറിയില്ല, കടിക്കാനും കിട്ടുന്നില്ല, നല്ല ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ച് പൊക്കോളും. നല്ല ഹെൽത്തിയും പ്രോട്ടീനായിട്ടുള്ള റൊട്ടിയാട്ടത്. ഞാനിവിടെ ഉണ്ടാക്കിയത് ചെറിയ കനം കുറഞ്ഞിട്ടാണ്. പക്ഷേ അവരുണ്ടാക്കി കൊണ്ടുവരുന്നത് ഒരെണ്ണം നമുക്ക് കഴിക്കാൻ ശരിക്കും പറ്റില്ല, അത്ര കട്ടിയിലാണ് അവരുണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്കാരെങ്കിലും തൊട്ടപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ കാലിപ്പാത്രമായിട്ട് അങ്ങനെ കൊടുക്കില്ല. എന്തെങ്കിലും ഐറ്റം നമ്മുടെ നാട്ടിലെ സ്പെഷ്യലോ അവർ ചോദിക്കും, നിങ്ങളുടെ നാട്ടിലെന്താ സ്പെഷ്യൽ. പിന്നെ കൂടുതൽ അവർ ചോദിക്കുക ഇഡലി ദോശ അങ്ങനെയാണ് കൂടുതൽ. പിന്നെ മിക്കവരും നോൺ വെജ് അങ്ങനെ കഴിക്കാത്തവരായിരിക്കും, ഒക്കെ വെജിറ്റേറിയൻസ് ആയിരിക്കും. ലേഡീസ് മൊത്തം കഴിക്കണവർ പൊതുവെ കുറവാണ് ഇവിടെ. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എൻ്റെ റൊട്ടിനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞതല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ സാധാരണ റൊട്ടി ഉണ്ടാക്കുകയേ ഇല്ല, ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.